സർക്കാർ ഉദ്യോഗസ്ഥന്മാരിൽ ചിലർ നമ്മുടെ സാമൂഹ്യക്ഷേമ പെൻഷൻ വാങ്ങുന്നു എന്നുള്ളത് വിശദമായ പരിശോധന കണ്ടെത്തി. അതിൻ്റെ ഒരു റിപ്പോർട്ട് വന്നപ്പോഴാണ് ഈ 1400-ലധികം പേര് വാങ്ങുന്നതായിട്ട് കണ്ടെത്തിയത്. അപ്പോൾ അത് സംബന്ധിച്ച് അത് തെറ്റാണല്ലോ, അങ്ങനെ വാങ്ങാൻ പാടില്ല. ശരിക്കും 1,00,000 രൂപയിൽ കൂടുതൽ വാർഷിക വരുമാനം ഉള്ള ആളുകൾ ഒരു തരത്തിലുള്ള സാമൂഹ്യ പെൻഷൻ വാങ്ങാൻ അർഹതയില്ല. അപ്പോൾ ഇത് ശമ്പളമുള്ളവർ തന്നെയാണ്, വലിയ വരുമാനം ശമ്പളമുള്ളവരാണ്, അല്ലെങ്കിൽ സർക്കാരിൻ്റെ ശമ്പളം ഏത് തരത്തിലുള്ള ജോലിയായാലും വരുമാനമുള്ളവരാണ്. അങ്ങനെയുള്ളൊരു സാമൂഹ്യക്ഷേമ പെൻഷൻ വാങ്ങുന്നത് തെറ്റാണ് എന്നുള്ളത് കൊണ്ടാണ് അതിൻ്റെ അന്വേഷണം വന്നു. അത് സംബന്ധിച്ച് ഡിപ്പാർട്ട്മെൻറ്റുകൾ, ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആണല്ലോ, ഇവർ പല വകുപ്പിൽ ജോലി ചെയ്യുന്നവരാണ്. ആ ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് ഇതിൻ്റെ വിവരത്തിനായിട്ട് ഈ വിവരം കാണിച്ചിട്ട് അങ്ങോട്ട് റിപ്പോർട്ട് കൊടുത്ത് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് ധനകാര്യ വകുപ്പ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇവർ ഈ ഇത്രയും കാലം പണം പെൻഷൻ പറ്റിയത് തിരിച്ചു പിടിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. അത് തീർച്ചയായിട്ടും അത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. ഈ അങ്ങനെ വാങ്ങിയ പണം അവർ തിരിച്ചടയ്ക്കണം, അതിന് യാതൊരു സംശയമില്ല. അതും പലിശയൊക്കെ സഹിതം അടയ്ക്കേണ്ടി വരും. പിന്നെ തെറ്റായ കാര്യമാണല്ലോ, ഒരിക്കലും അർഹതയില്ലാത്ത പെൻഷൻ വാങ്ങുന്നു എന്ന് പറയുമ്പം അത് സർവീസ് റൂൾ അനുസരിച്ചിട്ടും നിയമം അനുസരിച്ചും ഈ പെൻഷൻ്റെ നിയമം അനുസരിച്ചും കാര്യങ്ങൾ അവർ ചെയ്തിട്ടുള്ള കാര്യങ്ങളിലുള്ള പോരായ്മ അത് പരിശോധിക്കുകയും അതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും ഡിപ്പാർട്ട്മെൻറ്റുകൾ. കോളേജ് പ്രൊഫസർ, ഹയർ സെക്കൻഡറി അധ്യാപകർ ഇവരൊക്കെ ഇതിൽ പെട്ടിട്ടുണ്ട്. പക്ഷേ ഇവരൊക്കെ മാതൃകയാകേണ്ട ആളുകൾ അല്ല, അതിനകത്ത് വഞ്ചിക്കുകയല്ലേ ചെയ്തത്. അത് ഏത് തരത്തിലുള്ളവരായാലും അതെന്തുകൊണ്ടാണ് ഇപ്പോൾ അവരുടെ വിശദീകരണം തേടും. ഒരു കാര്യം കറക്റ്റാണ്, ആദ്യമേ ഒരു പെൻഷൻ വാങ്ങിക്കൊണ്ടിരുന്ന ആളുകൾ ജോലി കിട്ടിയപ്പോൾ ചിലപ്പോൾ അറിയാതെ തുടരും. പക്ഷേ ഓരോ വർഷവും ഇതിന് മസ്റ്ററിംഗ് ഉണ്ട്. അപ്പോൾ ഞങ്ങളിതിന് അർഹരാണെന്ന് അവർ എഴുതി കൊടുത്തിട്ടാണ് ഇതിനെ വാങ്ങുന്നത്. ഇതെല്ലാം ഈ റിട്ടയർ ചെയ്തവരുടെ പെൻഷൻ മാത്രമല്ല, അതായത് 60 വയസ്സിന് ശേഷമുള്ള ആളുകളുടെ പെൻഷൻ അല്ല, പലതരത്തിലുള്ള മറ്റ് സ്പെഷ്യൽ പെൻഷനുകളുണ്ടല്ലോ, ആ പെൻഷനൊക്കെ ആയിരിക്കും. അങ്ങനെ ആയാൽ പോലും അവർ ഓരോ വർഷവും ഞങ്ങൾ മറ്റൊന്നും വാങ്ങുന്നില്ല എന്ന് പറഞ്ഞിട്ട് വാങ്ങുകയാണ് എങ്കിൽ അത് തെറ്റായ കാര്യം തന്നെയാണ്, സംശയമില്ല. എന്തായാലും അതിൻ്റെ അന്വേഷണം നടക്കട്ടെ. തീർച്ചയായിട്ടും തെറ്റ് കാണിക്കുന്ന ആളുകളുടെ പേരെ നടപടി ഉണ്ടാവണം. അതിന് ആവശ്യമായ അന്വേഷണം നടത്തി നടപടി എടുക്കാനാണ് നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റുകളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്.